ഹലോ, ഇന്ന് നമ്മൾ പ്രൈം ഫീൽഡ് എന്നൊരു സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തിയറമാണ്, തിയറം 27.17. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ തിയറത്തിന് ആവശ്യമായ കുറച്ച് പോയിൻറ്റ്സാണ്. ഓക്കെ, നിങ്ങൾ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് തിയറത്തിലേക്ക് കിടക്കാം. ഓക്കെ, ദ ഫസ്റ്റ് പോയിൻറ്റ്, ലെറ്റ് ആർ ബി എ റിംഗ്. A map phi is called a ring homomorphism if for every a comma b belongs to R. First point, phi of a plus b equal to phi of a plus phi of b, and the second point, phi of a b equal to phi of a into phi of b. ഓക്കെ, അപ്പോൾ R ഒരു റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈ എന്നൊരു മാപ്പിൻ്റെ ഒരു റിംഗ് ഹോമോമോർഫിസം ആണെന്ന് പറയുകയാണെങ്കിൽ ആ റിങ്ങിലെ ഏത് രണ്ട് എലമെൻറ്റ് എ കോമ ബി നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിലും phi of a plus b equal to phi of a plus phi of b ആയിരിക്കണം, ആൻഡ് phi of a b equal to phi of a into phi of b ആയിരിക്കണം. അതായത് ആ മാപ്പ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും പ്രിസർവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ മാപ്പിനെ നമ്മൾ റിംഗ് ഹോമോമോർഫിസം ആണെന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് തിയറത്തിലേക്ക് കിടക്കാം. തിയറം 27.17. ഓക്കെ, സോ നമുക്ക് ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് ആർ ഈസ് എ റിംഗ് വിത്ത് യൂണിറ്റി, then the map phi from set to R given by phi of n equal to n times 1, that is n into 1, for n belongs to Z is a homomorphism of Z into R. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന R എന്ന് പറഞ്ഞാൽ ഒരു റിംഗ് വിത്ത് യൂണിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാപ്പ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രം ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ടു the set of all real numbers defined by phi of n equal to n times 1. Okay, what is n times 1? 1 plus 1 plus 1 plus etc. up to n times, that is 1n into 1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫൈനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫൈ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സിൽ നിന്നും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്കുള്ള ഒരു ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു റിംഗ് ഹോമോമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന്. സോ ടു പ്രൂവ് എ മാപ്പ് ഈസ് എ റിംഗ് ഹോമോമോർഫിസം, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് മാപ്പ് ഫൈ പ്രിസർവ് ബോത്ത് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ പ്രിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫൈ എന്ന് പറയുന്നത് ഒരു റിംഗ് ഹോമോമോർഫിസം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് ഐ ചൂസ് ടു ഇൻറ്റിജേഴ്സ് സം m, n belongs to Z. Okay, then what is phi of m plus n? Phi of m plus n equal to, by definition phi of n equal to n times 1 അല്ലേ. അങ്ങനെയാണെങ്കിൽ phi of m plus n എന്ന് പറയുന്നത് m plus n times 1. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു m plus n times 1 എന്ന് പറഞ്ഞാൽ 1 plus 1 plus 1, അതായത് 1നെ നമ്മൾ m plus n times ആഡ് ചെയ്യുക അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 plus 1 plus 1 plus എക്സെട്ര പ്ലസ് 1. ഇതെന്ന് പറയുന്നത് m plus n times ആണ്. ഓക്കെ, ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടേൺ as അല്ലേ. ഈ 1 plus 1 plus എക്സെട്ര അപ് ടു ഈ m plus n ടൈംസിനെ നമുക്ക് 1 plus 1 plus എക്സെട്ര അപ് ടു 1, this is some m times plus 1 plus 1 plus etc. 1, this is n times. ഈ m plus n ടൈംസിനെ നമുക്ക് some m times plus n times എന്ന് ഞാൻ എഴുതി. ഓക്കെ, then this is m times 1, so this is equal to m into 1 plus this is n times 1, so this is equal to n into 1. And what is m into 1? m into 1 equal to, that is m times 1 equal to, by definition this is equal to phi of m, and by definition this is equal to phi of n. That is we get phi of m plus n equal to phi of m plus phi of n എന്ന് നമുക്ക് കിട്ടി. അതായത് ഈ phi എന്ന മാപ്പ് അഡീഷൻ പ്രിസർവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കിട്ടി. Now we have to prove this map phi preserve multiplication too. Okay, so what is phi mn? Phi mn equal to, by definition mn times 1. Okay, and this mn times 1 can be written as mn into, this word can be written as 1 into 1 അല്ലേ. ഈ 1 നമുക്ക് 1 into 1 എഴുതാൻ പറ്റും. So this is equal to m into 1
into n into 1. So by the definition of our map phi, m times 1 equal to phi of m and n times 1 equal to phi of n. That is, we obtain phi of mn equal to phi of m into phi of n. That is, we prove that this map phi from Z to R defined by phi of n equal to n times 1 preserve both addition and multiplication. This implies that phi is a ring homomorphism. Okay, this implies phi is a ring homomorphism. This is a proof. Okay. Now we have a corollary 27.18. Okay, and before that we need some key points. We have some key points. We have to recall some points. So the first point, kernel of a homomorphism. First point, kernel of a homomorphism. The kernel of a homomorphism phi from a group G to G dash with the identity E dash is the set of all x belongs to G such that phi of x equal to E dash. Okay, അതായത് ജിയും ജി ഡാഷ് എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പാണ്. ആൻഡ് ഈ ജി ഡാഷിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഇ ഡാഷ്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് വി ഹാവ് എ homomorphism phi from this set G to G dash, then the kernel of phi is defined as the set of all x belongs to G such that phi of x equal to E dash. Phi എന്ന് പറയുന്നത് ജിയിൽ നിന്നും ജി ഡാഷിലേക്കുള്ള ഒരു ഹോമോമോർഫിസമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫൈൻ്റെ കേണൽ എന്ന് പറഞ്ഞാൽ ജി ഡാഷിൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന, ജി ഡാഷിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇ ഡാഷാണ്. സോ ഇ ഡാഷിലേക്ക് മാപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ജി. ജിയിലെ ഏതെല്ലാം എലമെൻറ്റ്സ് ആണോ ജി ഡാഷിലെ ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്നത്, ആ എലമെൻറ്റ്സിൻ്റെ കളക്ഷനെയാണ് ഈ ഫൈൻ്റെ കേണൽ എന്ന് പറയുന്നത്. That is, set of all x belongs to G such that phi of x equal to E dash. Phi of x denote the image of x. Okay, image of x equal to E dash, where E dash is the identity in the group G dash. ഇതിനെയാണ് നമ്മൾ ആ ഹോമോമോർഫിസത്തിൻ്റെ കേണൽ എന്ന് പറയുന്നത്. ഓക്കെ, now second point, kernel of a ring homomorphism is an ideal of a ring. നമ്മളൊരു റിംഗ് ഹോമോമോർഫിസം എടുക്കുകയാണെങ്കിൽ ആ റിംഗ് ഹോമോമോർഫിസത്തിൻ്റെ കേണൽ എന്ന് പറയുന്നത് എപ്പോഴും ആ റിങ്ങിൻ്റെ ഒരു ഐഡിയൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഫോർത്ത് പോയിൻറ്റ്, എവരി ഹോമോമോർഫിക് ഇമേജ് ഓഫ് എ ഗ്രൂപ്പ് ജി ഈസ് ഐസോമോർഫിക് ടു സം കോഷ്യൻ ഗ്രൂപ്പ്. ഓക്കെ, അതായത് ഫൈ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹോമോമോർഫിസം ആണെന്ന് കരുതുക, ഫ്രം ദ ഗ്രൂപ്പ് ജി ടു ജി ഡാഷ്, ജിയിൽ നിന്ന് ജി ഡാഷിലേക്കുള്ള ഒരു ഹോമോമോർഫിസമാണ് ഫൈ എങ്കിൽ, ദെൻ വി ഹാവ് ദ റിസൾട്ട് ദ കോഷ്യൻ ഗ്രൂപ്പ് ജി ബൈ കേണൽ ഫൈ. The G by kernel phi is homomorphic, or it is isomorphic to the homomorphic image of this group G. We have, if phi is a homomorphism from the group G to G dash, then the quotient group G by kernel phi is isomorphic to phi of G. Okay, so ഇനി നമുക്ക് തിയറത്തിലേക്ക് വരാം. അതിനു മുന്നേ we have to know the definition of a characteristic of a ring. Okay, so characteristic of a ring R is the least positive integer n such that n into a, that is, or n times a equal to 0 for every a belongs to R. അതായത് നമുക്കൊരു റിങ് ഉണ്ടെങ്കിൽ ആ റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എൻ, സച്ച് ദാറ്റ് n ടൈംസ് a ഈക്വൽ ടു 0 ഫോർ എവരി a ബിലോങ്സ് ടു R. അതായത് നമ്മൾ റിങ്ങിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഒരു n ആണെന്ന് പറയണമെങ്കിൽ n ടൈംസ് ആ റിങ്ങിലെ ഏതൊരു എലമെൻറ്റിനെയും നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 കിട്ടണം. ഓക്കെ, ദാറ്റ് ഈസ് n ഇൻറ്റു ആ റിങ്ങിലെ ഏത് എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എന്നിനെ നമ്മൾ ആ റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് പറയും. ഓക്കെ, ഇപ്പം സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സൊക്കെ കൺസിഡർ ചെയ്യാം.
അപ്പം നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഇൻറ്റിജേഴ്സ് ഏതെങ്കിലും ഒരു ഇൻറ്റിജറിനെ എത്രയെങ്കിലും തവണ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ സപ്പോസ് n ടൈംസ് ഒരു ഇൻറ്റിജറിനെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ടെങ്കിൽ ആൻഡ് എല്ലാ ഇൻറ്റിജേഴ്സിനെയും ആ സെയിം നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇൻറ്റിനെ നമുക്ക് സെഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരു ഇൻറ്റിജറിനെയും എത്ര തവണ ആഡ് ചെയ്താലും നമുക്ക് 0 കിട്ടില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സെഡ് ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർ ഈക്വൽ ടു 0 ആയിരിക്കും. പക്ഷേ ഇനി സെഡിനിൻ്റെ കേസ് കൺസിഡർ ചെയ്യുക. സെഡിനെ എടുക്കുകയാണെങ്കിൽ ഏതൊരു ഗ്രൂപ്പ് സെഡിനെ എടുക്കുകയാണെങ്കിലും സെഡിനിലെ ഏതൊരു എലമെൻറ്റിനെയും നമ്മൾ n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ദാറ്റ് മീൻസ് n ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ഗ്രൂപ്പ് സെഡൻ. സെഡനിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് n ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു റിസൾട്ടാണ്. ഇഫ് ഫൈ ഫ്രം G to G dash is a homomorphism, then we have the result the quotient group G by kernel phi is isomorphic to phi of G ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി കൊറോളറി നോക്കാം. If R is a ring with unity and characteristic n greater than 0, then R contains a subring isomorphic to Zn. If R has characteristic 0, then R contains a subring isomorphic to Z. Okay, അതായത് if R is a ring with unity, R പറഞ്ഞ ഒരു റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ then R contains either Zn or Z. R ഒരു റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ ഒന്നെങ്കിൽ R Zനെ കണ്ടെയ്ൻ ചെയ്യും, അല്ലെങ്കിൽ R എന്ന് പറയുന്നത് Zനെ കണ്ടെയ്ൻ ചെയ്യും. If the ring R has characteristic greater than 0, then the ring R contains Zn. And if R has characteristic 0, then R contains a subring Z. ഇതാണ് ഈ കൊറോളറി പറയുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ പ്രൂഫിലേക്ക് വരാം. ആൻഡ് വി ഓൾറെഡി ഡിഫൈൻ ചെയ്ത് ഇപ്പോൾ തൊട്ട് മുന്നിലുള്ള തീരത്തിനകത്ത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദ മാപ്പ് 5 from Z to R, the map 5 from Z to R defined by phi of m equal to some m times 1 for m belongs to Z is a homomorphism ആണെന്ന് നമ്മൾ തൊട്ട് മുന്നുള്ള തീരത്തിൽ പ്രൂവ് ചെയ്ത കാര്യമാണ്. ഓക്കെ, ആൻഡ് നമ്മൾ പറഞ്ഞു ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജർ സെഡ് എടുക്കുകയാണെങ്കിൽ ഈ സെഡിൻ്റെ കേർണൽ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ആയിരിക്കും അല്ലേ. കേർണൽ ഓഫ് സെഡ് ഈസ് എൻ ഐഡിയൽ ഇൻ സെഡ് ആണ്. അത് നമുക്കറിയാം സെഡിൻ്റെ എല്ലാ ഐഡിയൽസ് എന്ന് പറയുന്നത് ആർ ഓഫ് ദ ഫോം സം എസ് സെഡ് അല്ലേ. ഓൾ ഐഡിയൽസ് ഓഫ് സെഡ് ആർ ഓഫ് ദ ഫോം എസ് സെഡ് where S belongs to set of all integers. Okay, ഇനി we suppose that the ring R has characteristic n greater than 0. Okay, suppose R has characteristic n which is greater than 0. Okay, അത് നമ്മൾ ഇതാണ് സപ്പോസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് if R is a ring with a unity and characteristic n greater than 0, then we need to prove that R contains a subring isomorphic to Zn. Znോട് ഐസോമോർഫിക് ആയ ഒരു സബ്രിങ്ങിനെ R കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ if n is the characteristic of R which is greater than 0, ഈ R പറഞ്ഞ റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക് n ആണെങ്കിൽ then by the definition of characteristic we have n times k equal to 0 for every k belongs to this set അല്ലേ. ഇവിടെ ഈ R എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്. ആൻഡ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന R എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മളൊരു റിങ്ങിനെ കൺസിഡർ ചെയ്യുന്ന R ആണ്. ഓക്കെ, സോ സപ്പോസ് നമ്മുടെ റിങ് Rന് ക്യാരക്ടറിസ്റ്റിക് n, this ring has characteristic n which is greater than 0 ആണെങ്കിൽ by the definition of a characteristic of ring we have n times k equal to 0 for every k belongs to Z അല്ലേ. അതായത് ഏത് ഇൻറ്റീജർ എടുത്താലും ആ ഇൻറ്റീജറിനെ n ടൈംസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.
since this n is a characteristic of the ring R. Okay. Now, what is the definition of a kernel? ഒരു കേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കേണൽ എന്ന് പറഞ്ഞാൽ ഈ ഫൈൻ്റെ കേണൽ എന്ന് പറഞ്ഞാൽ ഈ ആറിലെ ഐഡൻറ്റിറ്റിയായ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എല്ലാ സെഡുകളായിരിക്കും കേണൽ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എല്ലാ സെഡുകളുടെ കളക്ഷനെയായിരിക്കും നമ്മൾ കേണൽ ഫൈ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഏതൊരു ഇൻറ്റിജർ കെ എടുക്കുകയാണെങ്കിലും ഫോർ എവരി കെ ബിലോങ്സ് ടു സെഡ് ആണ്. അപ്പോൾ ഏതൊരു ഇൻറ്റിജർ കെ എടുക്കുകയാണെങ്കിലും ആ കെനെ നമ്മൾ n ടൈംസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 കിട്ടും. എല്ലാ ഇൻറ്റിജേഴ്സിനെയും ഏതൊരു ഇൻറ്റിജർ എടുക്കുകയാണെങ്കിലും ആ ഇൻറ്റിജറിനെ n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അതായത് n ഇൻറ്റു കെ ഈക്വൽ ടു 0 കിട്ടും നമുക്ക്. ദാറ്റ് മീൻസ് ദ കേണൽ ഓഫ് ദിസ് മാപ്പ് ഫൈ ഈക്വൽ ടു n ഇൻറ്റു n സെറ്റ് ആണ് അല്ലേ? കാരണം ഏതൊരു ഇൻറ്റിജർ എടുക്കുകയാണെങ്കിലും ആ ഇൻറ്റിജറിനെ n ടൈംസ് നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ദ 0 എലമെൻറ്റ് ഇൻ ആർ വിച്ച് ഈസ് ഈക്വൽ ടു 0. ആറിലെ 0 എലമെൻറ്റായി 0 നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈ മാപ്പ് ഫൈൻ്റെ കേണൽ എന്ന് പറയുന്നത് n സെറ്റ് ആണ്. ദെൻ വി ഹാവ് ദ റിസൾട്ട് ഇഫ് ഫൈ ഫ്രം G to G dash is a homomorphism, then G by kernel phi is isomorphic to phi of G. By this definition, we can say that G by, ഇവിടെ G എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് Z ആണ്. Z by, what is kernel phi? Kernel phi equal to NZ. NZ is isomorphic to phi of, this is isomorphic to phi of Z. Okay, and we know that ഈ phi of Z എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇമേജ് ഓഫ് Z ആണ് അല്ലേ? അപ്പോൾ ഇമേജ് ഓഫ് Z എന്ന് പറയുന്നത് ഈ സെറ്റുകളിലേക്ക് മാപ്പ് ചെയ്യുന്നത് ആറിലേക്കാണ്. സോ ഈ phi of Z എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ദിസ് R ആണ്. ദിസ് ഈസ് സബ്സെറ്റ് ഓഫ് R. ദാറ്റ് ഈസ് Z by NZ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് R ആണ്. ദിസ് ഇംപ്ലൈസ് ആൻഡ് Z by NZ ഈസ് ഐസോമോർഫിക് ടു Zn ആണ് നമുക്കറിയാം. Z by NZ is isomorphic to Zn ആണ്. This implies Zn is subset of R. Okay, that is, suppose the ring R has characteristic n which is greater than 0, then Zn subset of R. That is, if R is a ring with unity and characteristic n greater than 0, then R contains a subring. That subring is isomorphic to Zn. Okay, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി if the characteristic of R equal to 0, if characteristic of R equal to 0, if characteristic of R equal to 0 ആണെങ്കിൽ then we have to prove that R contains a subring isomorphic to Z എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള ഏതെങ്കിലും റിങ്ങെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് അങ്ങനെ കൺസിഡർ ചെയ്ത് നോക്കുക. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് ഇപ്പോൾ 1നെ ഏതെങ്കിലും നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സെഡിനകത്ത് തന്നെ എന്ന് പറയുന്നത് 1നെ നമ്മൾ എത്ര തവണ ആഡ് ചെയ്താലും നമുക്ക് 0 ഒരിക്കലും കിട്ടില്ല അല്ലേ? 1+1+1+ എക്സെട്രാ പറഞ്ഞ് പോവുകയെന്നല്ലാതെ നമ്മൾ ഒരിക്കലും ആ സം എന്ന് പറയുന്നത് 1നെ എത്ര ടൈംസ് നമ്മൾ ആഡ് ചെയ്താലും ആ സം ഒരിക്കലും നമുക്ക് 1 കിട്ടില്ല, നമുക്ക് 0 കിട്ടില്ല അല്ലേ? സോ ഇഫ് ക്യാരക്ടറിസ്റ്റിക് ആർ ഈക്വൽ ടു 0, ദെൻ m times 1 not equal to 0 for all m not equal to 0. ഏതൊരു നോൺ സീറോ നമ്പർ എടുക്കുകയാണെങ്കിലും ആ നോൺ സീറോ ടൈംസ് നമ്മൾ 1നെ ആഡ് ചെയ്താലും നമുക്ക് 0 കിട്ടില്ല. ഓക്കെ, ദാറ്റ് മീൻസ് വാട്ട് ഈസ് അവർ m times 1? ബൈ ദ ഡെഫിനേഷൻ m times 1 ഈക്വൽ ടു അവർ phi of m. ദാറ്റ് ഈസ് phi of m നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി m നോട്ട് ഈക്വൽ ടു 0. That means we cannot find any non-zero number. We cannot find any non-zero number m such that which map to 0. ഈ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു നോൺ സീറോ നമ്പറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആൻഡ് വാട്ട് ഈസ് അവർ കേണൽ? നമ്മുടെ കേണൽ എന്ന് പറയുന്നത് അങ്ങനെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് ഓൾ എം അല്ല, അങ്ങനത്തെ എല്ലാ എമ്മുകളുടെ കളക്ഷൻ ആയിരുന്നു. പക്ഷേ നമുക്കിവിടെ കിട്ടിയത് ഒരു നോൺ സീറോ നമ്പറും, ഇഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഒരു നോൺ സീറോ നമ്പറും 0യിലേക്ക് മാപ്പ് ചെയ്യുന്നില്ല എന്നാണ്. അതായത് ഓൺലി 0 മാത്രമേ 0യിലേക്ക് മാപ്പ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് കേണൽ ഫൈ എന്ന് പറയുന്നത് 0 മാത്രം ആയിരിക്കും.
അങ്ങനെയാണെങ്കിൽ then by using this same result we have z by ഇവിടെ കേർണൽ എന്ന് പറയുന്നത് 0 ആണ്. സോ z by 0 is isomorphic to phi of z and this phi of z is a subset of R. This implies z by 0 is a subset of R. And നമുക്കറിയാം the quotient group z by 0 എന്ന് പറഞ്ഞാൽ that is equal to z തന്നെയാണ്. So this is z subset of R. That is, if characteristic of R equal to 0, then z subset of R. That is, if R has characteristic 0, then R contains a subring isomorphic to Z. Okay. So നമുക്ക് ജനറലി ഈ തിയറത്തിന് എങ്ങനെ പറയാൻ പറ്റും? ഇഫ് ആർ ഈസ് എ റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ ഒന്നെങ്കിൽ ആർ എന്ന് പറയുന്നത് സെഡിനെ കണ്ടെയ്ൻ ചെയ്യും, അല്ലെങ്കിൽ ആർ സെഡിനെ കണ്ടെയ്ൻ ചെയ്യും. If the characteristic of R equal to 0 ആണെങ്കിൽ then R contains a subring isomorphic to Z, and if characteristic n which is greater than 0 ആണെങ്കിൽ then R contains a subring that is isomorphic to Z. Okay. ഇനി നമുക്കുള്ളത് ഒരു തിയറമാണ് 27.19. അപ്പോൾ അതിന് ആവശ്യമായ സം പോയിൻറ്റ്സ് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ, ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് ഓഫ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എനി ഇൻറ്റഗ്രൽ ഡൊമൈൻ D can be enlarged to a field F such that every element of F can be expressed as a quotient of two elements of D. That F is known as field of quotient of an integral domain. Okay, അതായത് നമുക്ക് ഏതൊരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ഉണ്ടെങ്കിലും ആ ഇൻറ്റഗ്രൽ ഡൊമൈനിൽ നമുക്കൊരു ഫീൽഡിലേക്ക് എൻലാർജ് ചെയ്യാൻ പറ്റും. സച്ച് ദാറ്റ് ആ ഫീൽഡിലെ ഏത് എലമെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിലും ആ എലമെൻറ്റിനെ നമ്മൾക്ക് നമ്മുടെ ഇൻറ്റഗ്രൽ ഡൊമൈനിലെ രണ്ട് എലമെൻറ്റ്സിൻ്റെ കോഷ്യൻ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഫീൽഡിനെയാണ് നമ്മൾ ആ ഇൻറ്റഗ്രൽ ഡൊമൈനിൻ്റെ ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിൻ്റെ ഒരു ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് ആണ്. കാരണം നമ്മൾ ഏതൊരു റാഷണൽ നമ്പർ എടുക്കുകയാണെങ്കിലും ആ റാഷണൽ നമ്പറിനെ നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ കോഷ്യൻ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് ഓഫ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. ഇനി നമുക്ക് രണ്ട് റിസൾട്ടാണുള്ളത്. The first one, every field F containing an integral domain D contains a field of quotient D. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഏതൊരു ഫീൽഡ് എടുക്കുകയാണെങ്കിലും ഓക്കെ, ഒരു ഇൻറ്റഗ്രൽ ഡൊമൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ഫീൽഡ് എടുക്കുകയാണെങ്കിലും ഏതൊരു ഫീൽഡ് എടുക്കുകയാണെങ്കിലും ആ ഫീൽഡ് എന്ന് പറയുന്നത് ആ ഇൻറ്റഗ്രൽ ഡൊമൈനിൻ്റെ ഒരു കോഷ്യൻറ്റിനെയും കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, ഒരു ഫീൽഡ് ഇപ്പോൾ ഒരു ഇൻറ്റഗ്രൽ ഡൊമൈനെ കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ ആ ഫീൽഡ് എന്ന് പറയുന്നത് ആ ഇൻറ്റഗ്രൽ ഡൊമൈനിൻ്റെ ഒരു കോഷ്യൻറ്റിനെയും കണ്ടെയ്ൻ ചെയ്യും. അതാണ് ഫസ്റ്റ് റിസൾട്ട്. ദെൻ സെക്കൻഡ് റിസൾട്ട്, എനി ടു ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് ഓഫ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ ഡി ആർ ഐസോമോർഫിക്. ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ്റെ ഏത് രണ്ട് ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് എടുക്കുകയാണെങ്കിലും ആ രണ്ട് ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് എന്ന് പറയുന്നത് ഐസോമോർഫിക് ആയിരിക്കും. ഇത്രയും റിസൾട്ടാണ് ഇനി നമുക്ക് ഉള്ള തിയറം 27.19 ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് തിയറം നോക്കാം. A field F is of prime characteristic P and contains a subfield isomorphic to ZP, or of characteristic 0 and contains a subfield isomorphic to Q. അതായത് ഏതൊരു ഫീൽഡ് എഫ് എടുക്കുകയാണെങ്കിലും ആ ഫീൽഡ് എഫ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് പ്രൈം ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും, അതായത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഒരു പ്രൈം നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 0 ആയിരിക്കും. സപ്പോസ് if the characteristic of that field equal to P, അതായത് ആ ഫീൽഡിന് ഒരു പ്രൈം ക്യാരക്ടറിസ്റ്റിക് ആണെങ്കിൽ then that field F contains a subfield that is isomorphic to ZP, or if the characteristic of F equal to 0 then it contains a subfield isomorphic to Q. ഇതാണ് ഈ തിയറം പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രൂഫിലേക്ക് നോക്കാം. സോ ഇഫ് characteristic of F not equal to 0, we first suppose that the characteristic of the field F not equal to 0. Characteristic F എന്ന് പറയുന്നത് not equal to 0 ആണെങ്കിൽ then we need to prove that F contains a subfield isomorphic to ZP. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച റിസൾട്ട് പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സപ്പോസ് വി ഹാവ് എ റിംഗ് വിത്ത് യൂണിറ്റി, നമുക്കൊരു റിംഗ് വിത്ത് യൂണിറ്റി ഉണ്ട് ആൻഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്രേറ്റർ ദാൻ 0 ഓർ നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ആ റിങ്
ഒരു സബ്റിങ്ങിനെ കണ്ടെയ്ൻ ചെയ്യും. ദാറ്റ് സബ്റിങ് ഈസ് ഐസോമോർഫിക് ടു സെഡ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇഫ് ക്യാരക്ടറിസ്റ്റിക് എഫ് നോട്ട് ഈക്വൽ ടു 0 ആണ്, ദെൻ ബൈ പ്രീവിയസ് തിയറം വി ഹാവ് ദിസ് എഫ് കണ്ടെയ്ൻസ് എ സബ്റിങ് ഐസോമോർഫിക് ടു സെഡ് അല്ലേ. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞായിരുന്നു ആറ് റിങ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഒരു സെഡിനെ കണ്ടെയ്ൻ ചെയ്യും, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു സെഡിനെ കണ്ടെയ്ൻ ചെയ്യും. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് എഫ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ദെൻ ബൈ ദാറ്റ് റിസൾട്ട് വി ഹാവ് എഫ് കണ്ടെയ്ൻസ് എ സബ്റിങ് വിച്ച് ഈസ് ഐസോമോർഫിക് ടു സെഡ്. ഓക്കെ, ദെൻ എൻ മസ്റ്റ് ബി പി. അങ്ങനെയാണെങ്കിൽ എൻ തീർച്ചയായും ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. കാരണം എന്താണ്? ഓർ എഫ് വുഡ് ഹാവ് 0 ഡിവൈസസ്. കാരണം നമ്മൾ ചൂസ് ചെയ്ത എഫ് എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ് അല്ലേ. അപ്പോൾ ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണ്? ഫീൽഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു നോൺ സീറോ എലമെൻറ്റ് എടുത്താലും ആ നോൺ സീറോ എലമെൻറ്റൊക്കെ യൂണിറ്റ്സ് ആയിരിക്കും അല്ലേ. അതിന് 0 ഡിവൈസസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ സെഡിൻ്റെ എലമെൻറ്റ്സിലെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാണെന്ന് പഠിച്ചതാണ്. സെഡിനെ എടുക്കുകയാണെങ്കിൽ സെഡിനകത്ത് 0 എലമെൻറ്റ് ഉണ്ടാവും, 0 ഡിവൈസസ് ഉണ്ടാവും, യൂണിറ്റ്സ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ എഫ് എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ്. ആ ഫീൽഡിനകത്ത് 0 ഡിവൈസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സോ ഈ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? തീർച്ചയായിട്ടും ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. അതായത് ഈ സെഡ് എൻ എന്ന് പറയുന്നത് ഒരു സെഡ് പി ആയിരിക്കണം. ആൻഡ് നമുക്കറിയാം സെഡ് പി എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ്, അതിനകത്ത് 0 ഡിവൈസസ് ഒന്നും ഉണ്ടാവില്ല. സോ ദിസ് എൻ മസ്റ്റ് ബി എ പ്രൈം നമ്പർ ആയിരിക്കണം. ഓക്കെ, കാരണം എന്താണ്? ഓർ എഫ് വുഡ് ഹാവ് 0 ഡിവൈസസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു 0 ദെൻ എഫ് കണ്ടെയ്ൻസ് എ സബ്റിങ് ഐസോമോർഫിക് ടു സെഡ് പി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് സെക്കൻഡ് പാർട്ടാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് ഇഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഈക്വൽ ടു 0 ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എഫ് കണ്ടെയ്ൻസ് എ സബ്ഫീൽഡ് ഐസോമോർഫിക് ടു ക്യൂ. ക്യാരക്ടറിസ്റ്റിക് 0 ആണെങ്കിൽ ഒരു സബ്ഫീൽഡ് കണ്ടെയ്ൻ ചെയ്യും വിച്ച് ഈസ് ഐസോമോർഫിക് ടു ക്യൂ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഈക്വൽ ടു 0, അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച തിയറി അനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്യാരക്ടറിസ്റ്റിക് ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ ദിസ് എഫ് കണ്ടെയ്ൻസ് എ സബ്റിങ് വിച്ച് ഈസ് ഐസോമോർഫിക് ടു സെഡ് ആണെന്ന് പറയാൻ പറ്റും ബൈ നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത ആ തിയറി പ്രകാരം. ഓക്കെ, സോ ദെൻ എഫ് കണ്ടെയ്ൻസ് എ സബ്റിങ് ഐസോമോർഫിക് ടു സെഡ്. സെഡിനോട് ഐസോമോർഫിക് ആയ ഒരു സബ്റിങ്ങിനെ എഫ് കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് റിസൾട്ട്സ് ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു. അതായത് എവറി ഫീൽഡ് എഫ് കണ്ടെയ്നിങ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ ഡി കണ്ടെയ്ൻസ് എ ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് ഓഫ് ടി. അതായത് ഒരു ഇൻറ്റഗ്രൽ ഡൊമൈനിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ഫീൽഡും ആ ഇൻറ്റഗ്രൽ ഡൊമൈനിൻ്റെ ഫീൽഡ് ഓഫ് കോഷ്യൻറ്റിനെയും കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നൊരു ഫീൽഡാണ്. ആൻഡ് ദിസ് ഫീൽഡ് എഫ് കണ്ടെയ്ൻസ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ ഡി, ഇൻറ്റഗ്രൽ ഡൊമൈൻ സെഡ് അല്ലേ. എഫ് എന്നൊരു ഫീൽഡാണ്. ഈ എഫ് പറഞ്ഞ ഫീൽഡ് ഒരു ഇൻറ്റഗ്രൽ ഡൊമൈനായ ഈ സെഡിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അല്ലേ. സെഡ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രൽ ഡൊമൈനാണ്. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഈ സെഡിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എഫ് കണ്ടെയ്ൻസ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ സെഡ്. ദെൻ ബൈ ദിസ് റിസൾട്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് എഫ് കണ്ടെയ്ൻസ് എ ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് ഓഫ് സെഡ്. അങ്ങനെ സെഡിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് പ്രകാരം നമുക്ക് പറയാൻ പറ്റും ഈ എഫ് എന്ന് പറയുന്നത് ഈ സെഡിൻ്റെ ഒരു ഫീൽഡ് ഓഫ് കോഷ്യൻറ്റിനെയും കണ്ടെയ്ൻ ചെയ്യും. ആൻഡ് വി കോൾ ദാറ്റ് ഫീൽഡ് ഓഫ് കോഷ്യൻറ്റ് ആസ് സം എം. നമ്മൾ ആ ഫീൽഡ് ഓഫ് കോഷ്യൻറ്റിനെ ഞാൻ എം എന്ന് വിളിച്ചു. അതായത് ഈ എഫ് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് എം. ഓക്കെ, ആൻഡ് വി ഓൾസോ നോ ദാറ്റ് ക്യൂ ഈസ് എ ഫീൽഡ് ഓഫ് കോഷ്യൻറ്റ് ഓഫ് സെറ്റ്. നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നതും സെഡിൻ്റെ ഒരു ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് ആണ് അല്ലേ. ആൻഡ് വി ഹാവ് ദ സെക്കൻഡ് റിസൾട്ട് ദാറ്റ് ഈസ് any two field of quotient of an integral domain D are isomorphic.
ഏതൊരു ഇൻറ്റഗ്രൽ ഡൊമൈൻ എടുക്കുകയാണെങ്കിലും ആ ഇൻറ്റഗ്രൽ ഡൊമൈനിൻ്റെ ഏത് രണ്ട് ഫീൽഡ് ഓഫ് കോഷ്യൻറ്റും ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ ദിസ് റിസൾട്ട് വി ഹാവ് എം ഈസ് അവർ ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് ഓഫ് സെഡ്. ഈ എമ്മിനെ നമ്മൾ സെഡിൻ്റെ ഒരു ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ആൻഡ് നമുക്കറിയാം ക്യൂ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സും എമ്മിൻ്റെ സെഡിൻ്റെ ഒരു ഫീൽഡ് ഓഫ് കോഷ്യൻറ്റുമാണ്. സോ ബൈ ദിസ് റിസൾട്ട് എം ഈസ് ഐസോമോർഫിക് ടു ക്യൂ ആയിരിക്കും അല്ലേ. ആൻഡ് വി നോ ദാറ്റ് this M is contained in F ആണ്. And since M is isomorphic to Q, we have this Q is also contained in F. Okay, that is if F is of characteristic 0, then F contains a subfield isomorphic to Q. ഇങ്ങനെയാണെങ്കിൽ F എന്ന് പറയുന്നത് ഈ ക്യൂവിനോട് ഐസോമോർഫിക്കായ ഒരു സബ്ഫീൽഡിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നതാണ് ഏതൊരു ഫീൽഡ് എടുക്കുകയാണെങ്കിലും ആ ഫീൽഡിൽ ഒന്നെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പി ആയിരിക്കും അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് 0 ആയിരിക്കും. ഇഫ് ക്യാരക്ടറിസ്റ്റിക് പി ആണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് എ സബ്ഫീൽഡ് വിച്ച് ഈസ് ഐസോമോർഫിക് ടു സെറ്റ് പി, ആൻഡ് ഇഫ് ക്യാരക്ടറിസ്റ്റിക് 0 ആണെങ്കിൽ then ഇറ്റ് കണ്ടെയ്ൻസ് എ സബ്ഫീൽഡ് വിച്ച് ഈസ് ഐസോമോർഫിക് ടു ക്യൂ ആയിരിക്കും. ഓക്കെ.